ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. ഇന്ന് ഒരു ചെറിയ ചിന്ത മാത്രം എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. 2 കൊരിന്ത്യർ അതിൻ്റെ 13-5 നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരാത്തവർ അല്ല എന്ന് വരികിലും യേശുക്രിസ്തു നിങ്ങൾ ഉണ്ടെന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. അപ്പം നാം വിശ്വാസത്തിലാണ് ജീവിക്കുന്നതെന്ന്, നാം ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടതാണ്. മഹാദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളെ ശാസിക്കുന്നു, അന്ധകാര ശക്തികളെ ഉടയ്ക്കുന്നു. റാബോ ഷിഖ നാഥ റീബ ലാന്ധ വചനമായി നിൽക്കുമ്പോൾ കഥാവേ, നീ അവിടുന്ന് ജനത്തോട് ഇടപെടണം. അവിടുന്ന് അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടി ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. അപ്പം നാം ക്രിസ്തുവിൽ ആണെന്നോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യണം. ക്രിസ്തുവിലാണോ ഞാൻ വസിക്കുന്നത്? യേശു ക്രിസ്തു എന്നിൽ ഉണ്ടോ? ദൈവാത്മാവ് എന്നിലുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കണം. ആ ഒരു കാലഘട്ടമാണ് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അപ്പം നാം നമ്മെ ശോധന ചെയ്യണം. എന്നിൽ വസിക്കുന്നത് ആ ദൈവമാണോ? എന്നിൽ വസിക്കുന്നത് ആ കർത്താവാണോ? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം ദൈവഹിതമല്ലാതെ ജീവിക്കുമ്പോൾ, നാം ദൈവത്തിന് അനുസരണക്കേടായി ജീവിക്കുമ്പോൾ അതേ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് മാറിപ്പോകും. നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമ്പോൾ നാം ദൈവഹിതമായി ദൈവത്തിന് അനുസരണപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്തിന് വിധേയപ്പെട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കർത്താവ് വാസ്തവമായി, യേശു വാസ്തവമായി എന്നിൽ വസിക്കുന്നു. അപ്പം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾക്കുള്ള ഗുണഗണങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, ആ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം അത് അനുസരിക്കുന്നവരായി, അത് പ്രവർത്തിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മളിൽ വാസം ചെയ്യുന്നവനായി നമുക്ക് മാറുവാൻ, നമുക്ക് കാണപ്പെടുവാൻ ഇടവരും. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അപ്പം നാം നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ, നമ്മുടെ രക്തബന്ധങ്ങളെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നുവോ? അതോ അവരെ നാം കാണാതെ പോകുന്നുവോ? നാം സമ്പത്ത് വർദ്ധിച്ചപ്പോൾ, അതേ നമുക്ക് ധനം വർദ്ധിച്ചപ്പോൾ, നാം ഉന്നത നിലയിലായപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ രക്തബന്ധത്തെ, നമ്മുടെ അയൽക്കാരെ നാം സ്നേഹിക്കാതെ പോകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ മരണത്തിൽ വസിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒരനുഭവമാണ്. എന്നാൽ
നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, യേശുക്രിസ്തു നമ്മളിൽ വാസം ചെയ്യണമെങ്കിൽ, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ, നാം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുന്നവനായി, കാണപ്പെടുന്ന സഹോദരിയെ സ്നേഹിക്കുന്നവനായി, അതേ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള കർത്താവിൻ്റെ വാക്ക് നാം അനുസരിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. നാം സഹോദരനെ പകയ്ക്കുന്നുവെങ്കിൽ നാം മരണത്തിൽ വസിക്കുന്നവനാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവർ എല്ലാം കുലപാതകൻ ആകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നമുക്ക് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അപ്പോൾ നാം സഹോദരനെ പകയ്ക്കുന്നുവെങ്കിൽ, സഹോദരനെ പകയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ദൈവസ്നേഹമില്ല. അപ്പോൾ ദൈവം നമ്മളിൽ വസിക്കുന്നില്ല. അതേ നമ്മുടെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് നമുക്ക് ധനമുണ്ടായിട്ട് നമുക്ക് സഹായിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നാം സഹായിക്കാതെ പോകുമ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ സ്നേഹം അതേ വസിക്കുന്നില്ല. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നുവെങ്കിൽ അതേ ബുദ്ധിമുട്ടുള്ളവനെ, കഷ്ടപ്പാടുള്ളവനെ, കണ്ണീരോടിരിക്കുന്നവനെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും അവനെ സാമ്പത്തികമായി സഹായിക്കുവാനും അവനക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുവാനും നമുക്ക് സാധിക്കും. അത് യേശു നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. യേശുവിൽ വസിക്കാത്ത ഒരു വ്യക്തിക്ക് അവൻ അത് ചെയ്യുവാൻ സാധ്യമല്ല. സഹോദരന്മാരെ മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിൻ്റെ പക്കൽ നിൽക്കുന്നവരെന്ന് ഇതിനാൽ നാം അറിയാം. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും നമ്മുടെ ഹൃദയം അവൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവൻ്റെ കൽപ്പന തന്നെ നാം പ്രമാണിച്ച്, അവൻ്റെ കൽപ്പനകളെ തന്നെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് ലഭിക്കും. അവൻ്റെ കൽപ്പന അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവൻ നമുക്ക് തന്ന കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണമെന്ന് ഉള്ളത് തന്നെ. അപ്പം നാം അന്യോന്യം സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മെ തന്നെ പരിശോധിക്കേണ്ടതാണ്. കൂട്ടു സഹോദരനെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, രക്തബന്ധത്തെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരാത്തവർ അല്ല എന്ന് വരികിലും യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ലയോ? ഞാൻ കൊള്ളരാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയും എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പം നമ്മൾ തന്നെ നാം ശോധന ചെയ്യണം. യേശു എന്നിൽ വസിക്കുന്നുവോ, യേശു എന്നിൽ ജീവിക്കുന്നുവോ എന്ന് നമ്മെ ശോധന ചെയ്യുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. നാം ഈ കർത്താവിൻ്റെ വരവ് അടുത്ത സമീപത്ത് ഈ കാലഘട്ടത്തിൽ നമ്മെ ശോധന ചെയ്യുന്നവരായി, നമ്മെ പരിശോധിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ.
സർട്ടിസിലൂടെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചവേറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണർന്നിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏതു നാഴിക നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മാലിന്യമാക്കാത്ത കുറേ പേർ സർദീസിലെ സഭയിലുണ്ട്. അവർ യോഗ്യമാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടി നടക്കുക. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയുകയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മെ ശോധന ചെയ്യുന്ന ദൈവം, നമ്മെ അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവം, നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. കർത്താവ് എന്നിൽ വസിക്കുന്നുവോ? യേശു എന്നിൽ വസിക്കുന്നുവോ? മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവോ? മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവോ? മറ്റുള്ളവരെ നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവോ? നമ്മെ ഉപദ്രവിച്ചവരെ, നമ്മുടെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്തവരെ നാം ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ട, നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അപ്പം നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. പലപ്പോഴും നാം ശോധന ചെയ്യുന്നത് മറ്റുള്ളവരെയാണ്. നാം നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ മേശയെടുക്കുമ്പോൾ നാം പറയുവാറുണ്ട്, നാം നമ്മെ ശോധന ചെയ്യണം. പലപ്പോഴും നാം നമ്മെ ശോധന ചെയ്യാതെ നാം മറ്റുള്ളവരെ ശോധന ചെയ്യുന്നവരായി നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. പലപ്പോഴും നമ്മുടെ ശോധനകൾ മറ്റുള്ളവരെ ആകുമ്പോൾ അത് നമ്മെ തന്നെ വിധിക്കുന്നവരായി, നമ്മുടെ ഹൃദയത്തെ തന്നെ ശോധന ചെയ്യുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. അതേ 1 കൊരിന്ത്യർ അതിൻ്റെ 11 അതിൻ്റെ 20 മുതൽ 28 വാക്യങ്ങൾ കർത്താവിൻ്റെ മേശയെടുക്കുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് 2 കൊരിന്ത്യർ അതിൻ്റെ 13-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, നമ്മെ തന്നെ ശോധന ചെയ്യുക. അതിൻ്റെ 23 ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരവും ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവിൻ്റെ വരവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ ഈ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്ന എല്ലാവരും കർത്താവിൻ്റെ ശരീരം രക്തവും സംബന്ധിച്ച് കുറ്റക്കാർ ആകുന്നു. മനുഷ്യൻ തന്നെത്താനെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. അപ്പം നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. കർത്താവിൻ്റെ മേശയിൽ പങ്കുചേരുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കർത്താവേ, അങ്ങനിൽ വസിക്കുന്നുണ്ടോ? യേശുവേ, അങ്ങനിൽ വാസ്തവമായി വസിക്കുന്നു എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരായി മാറണം. നാം കർത്താവിൻ്റെ മേശയിൽ നാം പങ്കാളിയാവുമ്പോൾ അതേ നാം അടുത്തിരിക്കുന്നവനെയല്ല ശോധന ചെയ്യേണ്ടത്, ഞാൻ
എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവരായി മാറണം. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം മറ്റുള്ളവരുടെ ഹൃദയത്തെയല്ല ശോധന ചെയ്യേണ്ടത്, നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരായി മാറട്ടെ. എൻ്റെ കർത്താവേ, എന്നിൽ എന്താണ് കുറവ്, എന്നിൽ എന്താണ് പ്രശ്നം, അവിടുന്ന് വസിക്കുവാൻ പറ്റാത്തത്, ദൈവമേ പരിശുദ്ധാത്മാവിനിൽ വസിക്കുവാൻ പറ്റാത്ത കാരണം എന്താണ്? നാം നമ്മിൽ തന്നെ ശോധന ചെയ്തുകൊണ്ട് നാം ഏത് വിഷയത്തിൽ നാം വീണിരിക്കുന്നുവോ അതിൽ നിന്ന് നമുക്കൊന്ന് കയറുവാൻ നാം ദൈവസന്നിധിയിൽ ഇന്ന് ഒന്ന് സമർപ്പിച്ചാൽ, കർത്താവേ, ഞാൻ കുറവുള്ളവനാണ്, എന്നോട് ക്ഷമിക്കണമേ, അവിടെ നിന്നിൽ വസിക്കണമേ, അവിടെ നിന്നിൽ ജീവിക്കണമേ, കർത്താവേ, എന്നെ വഴി നടത്തണമേ, കുറവുകൾ വന്നുപോയി കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, അവിടുത്തെ രക്തത്താൽ കഴുകണമെന്ന് ആര് പറയുന്നുവോ അവരുടെ മധ്യയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കാണുവാൻ സാധിക്കും. ഞാൻ വാതിൽക്ക് വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെ അത്താഴം കഴിക്കും. അതേ, നമ്മുടെ കർത്താവ് ഇന്ന് ചില ഹൃദയമണ്ഡലങ്ങളിൽ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അതേ 2 കൊരിന്ത്യർ 13:5, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരാത്തവർ അല്ല എന്ന് വരികിലും യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ലയോ? ഞാൻ കൊള്ളരാത്തവൻ അല്ല എന്ന് നിങ്ങൾ അറിയും എന്ന് ഞാൻ ആശിക്കുന്നു. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം, മറ്റുള്ളവരെയല്ല ശോധന ചെയ്യുന്നത്. യേശുക്രിസ്തുവിൽ എന്നിൽ വസിക്കുന്നു എന്ന് നാം നമ്മൾ തന്നെ ശോധന ചെയ്യണം. നാം ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായി മാറട്ടെ. സൽപ്രവർത്തികൾ ചെയ്യുന്നവരായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.